ഹലോ കാവേരി മാഡം. എന്താ മാഡം പതിവില്ലാതെ അമ്പലത്തിലൊക്കെ? എന്റെ അറിവിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാ ആൾക്കാർ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കാറ്. അല്ല, മാഡം എന്തിനാ ഈ വഴി വന്നതെന്നാ എന്റെ സംശയം. ആ, ഇപ്പൊ മാഡം ആണെങ്കിൽ മൊത്തത്തിലങ്ങ് ജയിച്ചു നിൽക്കുവല്ലേ? പറയടി, നീ എന്താ ഇവിടെ? നിനക്കാവശ്യമുള്ള കാര്യത്തിൽ മാത്രം ഇടപെടുക. ഞാൻ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ച് മേലിൽ എന്റെ പിന്നാലെ വരരുത്. നീ മാത്രമേ ഉള്ളൂ, അയാളെവിടെ? ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്റെ കല്യാണം നടന്നില്ലേ? ജയത്തിന്റെയും തോൽവിയുടെയും കള്ളിയൊന്നും പൂരിപ്പിച്ചിട്ടില്ല ഞാൻ. പക്ഷെ ഒന്നോർത്തോ, മത്സരിക്കാൻ ഞാനുണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ജയിക്കുമായിരുന്നില്ല. എതിരാളിയായിട്ട് ഞാനുണ്ടെന്ന് സങ്കല്പിച്ചു നീ നിഴലിനോട് യുദ്ധം ചെയ്തു. ഗോളിയില്ലാത്ത പോസ്റ്റില് ഗോൾ അടിച്ചിട്ട് മുന്നിൽ വന്ന് ഞെളിഞ്ഞു നിൽക്കണ്ട. തോറ്റുപോയേനെ നീ. കല്യാണം നടന്നു. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചൊറിഞ്ഞോണ്ട് വന്നോ, നിന്നെയും നിന്റെ അച്ഛനെയും കൂടി ഒന്നിച്ച് അരച്ചു കലക്കി കുടിക്കും ഞാൻ. പോ, നീ നിന്റെ പാട് നോക്കിപ്പോ. അപ്പോ ഞാനും നിവിനുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞെന്നാ ഇവള് വിചാരിച്ചിരിക്കുന്നു. യെസ്, നിവിനെ അവള് കണ്ടിട്ടുമില്ല. യെസ്. നിവിൻ, നീ എന്താ ഇവിടെ? ഈ ജന്മം നിനക്ക് എന്നെ ഇന്ന് രക്ഷപ്പെട്ടു പോവാന്ന് നീ കരുതണ്ട നിവിൻ. ഞാൻ എവിടെയും വരും. നീ പാതാളത്തിൽ ഒളിച്ച അവിടെ. ഏയ് നിവിൻ, ഏയ് നിക്ക് നിക്ക് നിക്ക്. അല്ല, നിന്റെ മൊബൈലിൽ എന്താ വാൾപേപ്പർ ആയിട്ട് അവളുടെ ആ കാവേരിയുടെ ഫോട്ടോ? കാവേരിയുടെ തലതെ പിന്നെ നിന്റെ ഫോട്ടോ വെക്കണം. അതൊക്കെ ഞാൻ നിന്നെ കൊണ്ട് വെപ്പിച്ചോളാം. അല്ല, എന്നെ കാണുമ്പോ നിന്റെ മുഖം എന്താടാ ചാണകത്തിൽ ചവിട്ടിയതുപോലെ ഇരിക്കുന്നത്? ചവിട്ടുന്നതേ ചാണകത്തിലായതുകൊണ്ട്. നിന്നെ നിന്റെ അച്ഛനെയും കാണുമ്പോഴേ എനിക്ക് ഒരേ ഫീലാ. ഇതൊക്കെ കേട്ട് മനസ്സ് മടുത്ത് ഞാൻ നിന്റെ പിന്നാലെ നടക്കുന്നത് നിർത്തുന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് നീ എന്നെ എന്തുമാത്രം അപമാനിച്ചു. എന്നിട്ട് പോയില്ല പിന്നെയാ. അല്ല, അതിരിക്കട്ടെ, എന്തായി നിന്റെ ട്രിവാൻഡ്രം എപ്പിസോഡ്? കാവേരി കണ്ടു കിട്ടുവോ? കണ്ട് കിട്ടും. കണ്ട് കിട്ടുമെന്ന് മാത്രമല്ല, ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിക്കുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞ് ഞങ്ങള് സുഖമായിട്ട് ജീവിക്കുന്നത് ഞാൻ കാണിച്ചു തരും നിനക്ക് നിന്റെ അച്ഛനും. എന്താടി ഒരു പരിഹാസം? നീ പറ. ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെങ്കിലും പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഒരിക്കലും നടക്കാത്ത സ്വപ്നവും. ദേ, ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ സാക്ഷാത്കരിച്ച് പറയാ, ഞാനും കാവേരി ഒന്നിച്ച് ജീവിക്കുമെന്ന്. ഇതെന്റെ വാശിയടി. ഇതേ അമ്പലത്തിൽ വെച്ച് ഞാൻ കാവേരിയുടെ കഴുത്തിൽ താലി കെട്ടും. നീ കണ്ടോ? ഈ അമ്പലത്തിലെ ഭഗവാനാണോ സാക്ഷി?
എന്റെ ഭഗവാനെ, ഈ അറിവില്ല പൈതങ്ങളോട് ക്ഷമിച്ചേക്കണേ. നീ പരിഹസിക്കാനോടി? നീ ഒരു മണ്ടനാണല്ലോ എന്ന് ഓർത്ത് ചിരിച്ചു പോയതാ നിവിനെ. എടാ, നിനക്കൊരു രഹസ്യം അറിയോ? ഈ ഭഗവാനെ നീയും കാവേരി ഒന്നിക്കുന്നത് ഇഷ്ടമല്ല. എന്ത്? ഈ ശ്രീകോവിൽ ഇരിക്കുന്ന ഭഗവാനുണ്ടല്ലോ, കക്ഷിക്കേ നീയും കാവേരി ഒന്നിക്കുന്നത് ഇഷ്ടമല്ലാന്ന്. എന്തൊരു പറഞ്ഞ? നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, നിനക്ക് ഞാനൊരു സംഗതി കാണിച്ചു തരാവേ. ദാ, കണ്ണ് തുറന്ന് നോക്ക്. ഇവിടെ ഇതേ അമ്പലത്തില് നീ ഒന്ന് കൈ നീട്ടിയാ തൊടാവുന്നത്ര ദൂരത്തിലായിരുന്നു കാവേരി ഇത്രയും നേരം. അവളൊന്ന് മുരടനക്കിയിരുന്നെങ്കിൽ നീ കേട്ടേനെ. എന്നിട്ട് നീ കണ്ടതുമില്ല കേട്ടതുമില്ല. അതിന്റെ അർത്ഥം എന്താ? നീയും കാവേരി ഒന്നിക്കുന്നതേ ഭഗവാന് പോലും ഇഷ്ടമല്ലാന്ന്. കാവേരി, കാവേരി, നീ എന്തിനാടാ കാവേരി അന്വേഷിക്കുന്നേ? നിന്നെ കണ്ടാലും അവള് മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ നിന്നോട് സംസാരിക്കുമായിരുന്നല്ലോ. കാവേരി എന്നെ കണ്ടെന്നോ? എന്നിട്ട് മിണ്ടാതെ പോയെന്നോ? കാവേരി, 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 കാവേരി. അച്ഛമ്മേ, കഴിക്കാൻ എടുക്കട്ടെ? വിശപ്പില്ലടി. അച്ഛമ്മ ഇതെന്ത് ഭാവിച്ച? നീള ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അച്ഛമ്മ ഹോസ്പിറ്റലിൽ കയറോ? കഴിച്ചാ തൊണ്ടേന്ന് ഇറങ്ങത്തില്ലടി. എന്റെ പൊന്നച്ഛമ്മേ, അച്ഛമ്മ നല്ലതുപോലെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ നിള പോയത്. എപ്പോഴും ഞാൻ അവളെ വഴക്ക് പറയായിരുന്നടി. കൊട്ടൻ ചുക്കാതെ തപ്പിയെടുത്ത് തരാത്തതിനും മൊബൈല് നോക്കുന്നതിനും ഒക്കെ. പാവ എന്റെ കുഞ്ഞിപ്പോ ഹോസ്പിറ്റലില. വേദനയൊക്കെ താങ്ങാനുള്ള കരുത്തുണ്ടാവോ അതിന്? കുഞ്ഞു ജീവനല്ലേ. ആകപ്പാടെ എല്ലാം തൊലിയും മാത്രമേ ഉള്ളൂ. അച്ഛമ്മ പറഞ്ഞു പറഞ്ഞു എന്നെ കൂടി കരയിപ്പിക്കാതെ. എന്ത് വന്നാലും നേരിടാനുള്ള കരുത്തുണ്ടാവണമെന്ന് അച്ഛമ്മ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ള. സങ്കടപ്പെടല്ലേ. അച്ഛമ്മ എന്തേ വിനീതേട്ടൻ? പണം കിട്ടിയോ വിനീതേട്ടാ? പണോ? ഏത് പണം? കൊള്ളാം. ഏത് പണമെന്നല്ലേ? ജയബാലൻ തന്ന ചെക്കിലെ പണം അത് കിട്ടിയോ? ആ, കിട്ടി കിട്ടി. ഇല്ല ഇല്ല, കിട്ടിയില്ല. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കിട്ടിയിട്ടില്ല എന്ന് എനിക്കറിയാം. ഗംഗേച്ചു പറഞ്ഞല്ലോ നാളെ പണം കിട്ടുമെന്ന്. നാളെയോ? ആ, നാളെ പണം കിട്ടുമെന്ന് കാവേരി ചേച്ചി ഗംഗേച്ചോട് പറഞ്ഞല്ലോ. ഗംഗ ഇവിടെ ഉണ്ടോ? ആ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലോ. എവിടെ? ആ, ചേച്ചിയുടെ അവിടെ തുണി അലക്കുന്നുണ്ട്. അല്ല, വിനീതേട്ടാ,
ഗംഗേച്ചി അന്വേഷിച്ചാണോ? ആ അല്ല, ആ അതെ അതെ. ഗംഗേച്ചി ദേ അവിടെയാ. അച്ഛമ്മേ, വിനീതേട്ടന് ഇത് എന്തു പറ്റി? നിങ്ങളെ അവന് അനിയത്തിയല്ലല്ലോടി, സ്വന്തം മോള് തന്നെയല്ലേ. അവനെങ്ങനെ സഹിക്കാൻ പറ്റൂടി? ഗംഗേ, എന്ത് പറ്റി വിനീതേട്ടാ? ആകെ വല്ലാതിരിക്കുന്നല്ല. എനിക്കൊരു തെറ്റ് പറ്റി ഗംഗേ. തെറ്റോ? എന്ത് തെറ്റ്? ഞാനേ അതാ പണം അക്കൗണ്ടിൽ വന്നതാ ഗംഗേ. ഏത് ചെക്ക് മാറിയ പണോ? ആ ആ പണം എൻ്റെ പോയി ഗംഗേ. വിനീതേട്ടൻ എന്താ പറഞ്ഞേ? അക്കൗണ്ടിൽ പണം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്കൊരു കോള് വന്നു. ബാങ്കിൽ നിന്നാണെന്നാ പറഞ്ഞേ. അവർ ചോദിച്ച നമ്പരൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. രാവിലെ ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 50 ലക്ഷം രൂപ പോയെന്ന്. രാവിലെ ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് 50 ലക്ഷം രൂപ പോയെന്ന്. OTP നമ്പറാണോ പറഞ്ഞു കൊടുക്കും? അതെ ഗംഗ, പറഞ്ഞു കൊടുക്കരുതെന്ന് എനിക്കറിയില്ലായിരുന്നു. അയ്യോ 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 ഗംഗേ, മരമണ്ട, മരക്കഴുതേ, ബുദ്ധിയോ വിവരം ഉണ്ടോ തനിക്ക്? നയോ പൈസക്ക് വിവരമുണ്ടോ? ഗംഗേനാണോ ഈ പറയുന്നത്? ഗംഗ തന്നെയാണോ? തന്നെ പോലൊരു കഴിവ് കെട്ടവനോട് ഇതൊന്നും ഏൽപ്പിക്കരുതെന്ന് ഞാൻ കാവേരിയോട് പലവട്ടം പറഞ്ഞതാ. ഇനി എന്റെ അനിയത്തിയുടെ ഓപ്പറേഷൻ എങ്ങനെ നടത്തും? എങ്ങനെ നടത്തുമെന്ന് പറയാൻ ആരെങ്കിലും കേക്കട്ടോ? കേക്കട്ടെ. 50 ലക്ഷത്തിന്റെ കണക്കല്ല, എല്ലാരും കേക്കട്ടെ. എത്ര ഉറപ്പില്ലാതെയാണോ ഈ പറയുന്നേ? 50 രൂപ പോക്കറ്റ് അടിച്ച് പോയിന്ന് പറയുന്ന പോലെ ലക്ഷത്തിന്റെ വില എന്താന്ന് അറിയൂടോ തനിക്ക്? ലക്ഷം രൂപ കളഞ്ഞിട്ട് വന്ന് നിൽക്കുക. താൻ തന്റെ ജീവിതത്തിൽ ലക്ഷം രൂപ കണ്ടിട്ടുണ്ടോടാ? തന്റെയൊക്കെ ഈ താലിക്ക് തല കുനിച്ചു തന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. കാവേരി എത്ര കഷ്ടപ്പെട്ടിട്ടാ ജയപാലിന്റെ അത് വാങ്ങിച്ചെടുത്തെന്നറിയോ? എന്നിട്ട് അത് മുഴുവൻ കൊണ്ട് തൊലച്ചത്ര. സോറിയോ? ഇറങ്ങി പോടോ. ഇതൊക്കെ ഉണ്ടാവും അറിയാവുന്നത് കൊണ്ടാ തന്നെ പോലെ ഒരു പട്ടിക്കാട്ടുകാരനെ കേട്ടില്ലെന്ന് ഞാൻ പറഞ്ഞത്. തന്റെ കണ്ണീരും സെന്റിമെന്റ്സും ഒക്കെ കണ്ട് കല്യാണത്തിന് സമ്മതിച്ചിട്ട് ഒടുവിൽ ഇപ്പൊ എന്തായി? ഞാൻ പെട്ടില്ലേ? അയ്യോ 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 തന്നോട് ഇറങ്ങി പോകാനല്ലേ പറഞ്ഞേ? ഇറങ്ങി പോടോ, ഇറങ്ങി പോ. എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങി പോ. തന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞേ. ഒരു വകയ്ക്കും കൊള്ളാത്ത തന്നെ എനിക്ക് ഇനി ആവശ്യമില്ല. പോ.
ആ ആ. വിനീതേട്ടാ എന്താ ഇവിടെ നിൽക്കുന്നത്? തന്നോടത് പറയാൻ എനിക്ക് പറ്റില്ല ഗംഗേ. എന്താ വിനീതേട്ടാ ഇതെന്ത് പറ്റി? ഒന്നുമില്ല. എന്താ മക്കൾ ഇവിടെ വന്നിരിക്കുന്നത്? നീയേ ഒന്നും കഴിച്ചിട്ടില്ല, അമ്മ പറഞ്ഞല്ലേ? വിശക്കുന്നില്ല അച്ഛാ. എന്താ ഇപ്പം എൻ്റെ കുട്ടിക്ക് പെട്ടെന്ന് വിശപ്പ് പോകാനായിട്ട്? ഡി മോളെ, ഈ അച്ഛനോടൊന്നും വിളിക്കണ്ട, പറയടി. അത് ഞാൻ നിവിനെ കണ്ടച്ച. എവിടെ വെച്ച്? എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോ? ജസ്റ്റ് മിസ് അച്ഛാ, ജസ്റ്റ് മിസ്. ഒരമ്പലത്തിൽ വെച്ചാ ഞാൻ അവനെ കണ്ടത്. അവനും കാവേരിയും ഒരേ അമ്പലത്തിലുണ്ടായിരുന്നു. തലനാരഴിക്ക അവർ തമ്മിൽ കാണാതെ പോയത്. ജസ്റ്റ് മിസ്. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായച്ചാ. എന്റെയും ഇവന്റെയും കല്യാണം കഴിഞ്ഞെന്നാ കാവേരി കരുതിയിരിക്കുന്നത്. കല്യാണം മുടങ്ങിപ്പോയ കാര്യം അവൾ അറിഞ്ഞിട്ടില്ല. നേരാ മോളെ? അല്ല, ഒരു പക്ഷേ അവൾ അഭിനയിക്കുന്നാണെങ്കിലോ? അല്ലച്ചാ, അവൾക്ക് അത്രയൊന്നും അഭിനയിക്കാൻ അറിയില്ല. നിങ്ങൾ രണ്ടാളുടെയും കല്യാണം കഴിഞ്ഞതല്ലേ, പിന്നെന്തിനാ എന്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുന്നതെന്നാ അവൾ എന്നോട് ചോദിച്ചത്. അതിന് നീ അവളെന്ത് ശല്യപ്പെടുത്തിയെന്നാ? ഞാൻ അവനെ ഫോളോ ചെയ്ത് പോയത് നന്നായി അച്ഛാ. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഒന്ന് ഒച്ചയുയർത്തി സംസാരിച്ചാൽ കേൾക്കാവുന്ന അകലത്തിലായിരുന്നു അവര് രണ്ടുപേരും പരസ്പരം കണ്ടിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അച്ഛാ? കാവേരിയോട് അവൻ പറയും കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. അവര് തമ്മിലുള്ള പ്രണയം വീണ്ടും മുട്ടിടും. ഒരുപക്ഷെ കല്യാണം പെട്ടെന്ന് തന്നെ കഴിയും. പുഷ്പവാടിയിലേക്ക് അവളെ അവൻ കൂട്ടിക്കൊണ്ടുവരും. അവളുടെയും കുടുംബത്തിന്റെയും പ്രശ്നം മുഴുവൻ നിവിൻ നികത്തി കൊടുക്കും. രാജാന്റിയുടെ പണം മുഴുവൻ നിവിനുള്ളതല്ലേ അച്ഛാ? രാജാന്റിക്ക് എന്നെയല്ലേ വേണ്ടാതുള്ളൂ. ഇനി അവൻ കാവേരി സ്വീകരിച്ചാലോ? പിന്നെ അവരെല്ലാം സുഖമായിട്ട് ജീവിക്കോ അച്ഛാ? അത് കണ്ടേ നിന്റെ അച്ഛൻ ചുമ്മാ ഇരിക്കുന്ന കരുതുണ്ടോ? കാവേരി, കിഡ്നി കൊടുത്ത കാശ് കിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ഹോസ്പിറ്റലിൽ അന്വേഷിച്ച് നോക്കട്ടെ. എന്താ വിനീതേട്ടാ ഇങ്ങനെയൊക്കെ? ഈ വീർപ്പൂട്ടിൽ എനിക്ക് താങ്ങാൻ പറ്റില്ല കാവേരി. നീ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അന്വേഷിക്കാത്ത ഒരുത്തൻ. അവൻ ജീവിച്ചാലും മരിച്ചാലും നിനക്കെന്തോടി മോളെ?